നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്ത് നിന്നുള്ള പ്രധാന വാർത്തകൾ. വിഷാദത്തിന് അടിമപ്പെടുന്നയാൾക്ക് തടി കൂടാനും ഹൃദ്രോഗം വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന മുന്നറിയിപ്പ്. അമ്മമാർ പയർ വിഭവങ്ങൾ കഴിക്കുന്നത് നവജാത ശിശുക്കളിൽ സ്പൈന ബൈഫിഡ എന്ന രോഗമുണ്ടാകാതിരിക്കാൻ സഹായിക്കുമെന്ന് പഠനം. മെറ്റബോളിസം വർദ്ധിപ്പിച്ച് അമിതവണ്ണവും ടൈപ്പ് 2 പ്രമേഹവും തടയാനുള്ള മരുന്ന് ഗവേഷകർ വികസിപ്പിച്ചെടുത്തു. പൊണ്ണത്തടിയും കൊളസ്ട്രോളും പോലെ വിഷാദവും ഹൃദയത്തിന് ദോഷകരമെന്ന് കണ്ടെത്തൽ. വിഷാദത്തിന് അടിമപ്പെടുന്നയാൾക്ക് തടി കൂടാനും ഹൃദ്രോഗം വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് മുന്നറിയിപ്പ്. ജർമ്മനിയിലെ മ്യൂണിക് ടെക്നിക്കൽ സർവകലാശാലയിലെ പ്രൊഫസർ കാൾ ഹൈൻസ് ലാമിംഗ് ആണ് ഇതേക്കുറിച്ച് പഠനം നടത്തിയത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്ത് ഏകദേശം 35 കോടി പേർ വിഷാദ രോഗത്താൽ ബുദ്ധിമുട്ടുന്നുണ്ട്. 15% ഹൃദ്രോഗ മരണങ്ങൾക്കും പിന്നിലെ വില്ലൻ വിഷാദമാണെന്നും പഠനം പറയുന്നു. 10 വർഷത്തിനിടയിൽ 45-നും 74-നും ഇടയിൽ പ്രായമുള്ള 3500-ലേറെ പുരുഷന്മാരെ പഠിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഒട്ടേറെ പോഷകങ്ങളുടെ കലവറയാണ് പയർ വിഭവങ്ങൾ. വളരെ സാവധാനമേ പയർ വിഭവങ്ങളുടെ ദഹനം നടക്കൂ. അമ്മമാർ ഇത് കഴിക്കുന്നത് നവജാത ശിശുക്കളിൽ സ്പൈന ബൈഫിഡ എന്ന രോഗം ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. കുഞ്ഞുങ്ങളുടെ നട്ടലിനെ ബാധിക്കുന്നതും തളർച്ചയ്ക്ക് കാരണമാകുന്നതുമായ ഒരു രോഗമാണ് ഇത്. പയർവിളകളിലെ ഇരുമ്പിന്റെ സാന്നിധ്യം വിളർച്ച പോലുള്ള രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. പയർ വിഭവങ്ങൾ കഴിക്കുന്നത് എല്ലുകൾക്ക് ബലമുണ്ടാകാനും സഹായിക്കും. പയറുവർഗ്ഗങ്ങളിൽ അടങ്ങിയ ഇരുമ്പ് ശരീരത്തിലെ ഓക്സിജൻ ചംക്രമണം വേഗത്തിലാക്കുകയും രക്തയോട്ടം സുഗമമാക്കുകയും ചെയ്യുന്നു. പയർവർഗ്ഗങ്ങളിലെ ഇരുമ്പ് നന്നായി നമുക്ക് ലഭിക്കണമെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണത്തോടൊപ്പം ഇവ കഴിക്കേണ്ടതുണ്ട്. പ്രസവ സംബന്ധമായ മാനസിക പ്രശ്നങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിട്രീന ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടന്റ് ഇൻ ഗൈനക്കോളജി ആൻഡ് ഫെർട്ടിലിറ്റി ഡോക്ടർ പ്രീതിയാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസികാസ്വാസ്ഥ്യങ്ങൾ ഇത് എപ്പോൾ മുതലാണ് കാണിച്ചു തുടങ്ങുന്നത്? ഗർഭിണിയാകുന്നതിന് മുൻപ് തന്നെ കാണിച്ചു തുടങ്ങുമോ, അതോ ഗർഭലക്ഷണങ്ങൾക്ക് ശേഷമാണോ, പ്രസവത്തിന് ശേഷമാണോ? എപ്പോൾ മുതലാണ് ഈ ഒരു മാനസികാസ്വാസ്ഥ്യങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്? ഒരു ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ മാനസികാസ്വാസ്ഥ്യം സാധാരണ കാണിച്ചു തുടങ്ങുന്നത് പ്രസവാനന്തരമാണ്. അതായത് ഗർഭകാലത്ത് സാധാരണ അധികം ഇപ്പം നേരത്തെ ഒരു സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള ഒരു മാനസിക രോഗമുള്ള ഒരു സ്ത്രീ ഗർഭിണിയാവുന്നെങ്കിലും അതിൻ്റെ ഒരു പുറത്ത് കാണിക്കുന്നത്, അതിൻ്റെ സിംറ്റംസ് ഒക്കെ പുറത്ത് കാണിക്കുന്നത് സാധാരണഗതിയിൽ പ്രസവാനന്തരമാണ്. ഗർഭകാലത്ത് സാധാരണഗതിയിൽ ഈ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരും സാധാരണ അതൊരു സപ്രസ് ചെയ്ത് വെച്ചിട്ട് ഡെലിവറി കഴിയുമ്പോഴത്തേക്കാണ് സാധാരണ അത് പ്രതിഫലിച്ച് കാണിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ തരത്തിലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള മാനസികാസ്വാസ്ഥ്യങ്ങൾ കാണപ്പെടുന്നത്? പ്രസവാനന്തരം ഉണ്ടാകുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങൾ 3 തരത്തിലാണ് സാധാരണ കാണുന്നത്. ഒന്നെന്ന് പറയുന്നത് മെറ്റേണിറ്റി ബ്ലൂസ് എന്ന് നമ്മൾ സാധാരണ പറയും. അതെന്ന് പറഞ്ഞാൽ ഒരു 50% സ്ത്രീകളിലും പ്രസവിച്ച് കഴിയുമ്പോൾ കാണുന്നൊരു പ്രശ്നമാണ്. അതായത് ഡെലിവറി കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴാണ് സാധാരണ 2 ആഴ്ചക്കകം ഇത് കാണിച്ചു തുടങ്ങും. അതായത് ഒരു മൂഡ് സ്വിങ്സ്, ഒരു എന്താ പറയുക, 2 രീതിയിൽ. അപ്പം ഒരു സ്ത്രീ പെട്ടെന്ന് യൂഫോറിക് ആവും, ചിലപ്പം ഡിപ്രഷനിൽ പോവും, പിന്നെ കുഞ്ഞിനെ കെയർ ചെയ്യാനായിട്ട് അത്രയും ഒരു കഴിവ് കാണത്തില്ല. ഇതെല്ലാം സാധാരണ കാണുന്ന ഒരു 50% സ്ത്രീകളിൽ കാണുന്നതാണ്. അതൊന്നും വലിയ സിവിയറായിട്ട് വരില്ല. എപ്പോഴും ഒരു ഡിപ്രസീവ് മൂഡിലിരിക്കും, ചിലപ്പോൾ ഓവർ ആക്റ്റീവ് ആയിരിക്കും, ചിലപ്പോൾ കുഞ്ഞിനെ കെയർ ചെയ്യാനായിട്ടുള്ള ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതായിട്ട് കാണാം. കുഞ്ഞിനെ അത് സാധാരണ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് കുഞ്ഞിനെ കെയർ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊരു തോന്നൽ വരുന്നത് അതുകൊണ്ട് ഉള്ള വിഷമമാണെന്നാണ് സാധാരണ പറയുന്നത്. അത് സാധാരണഗതിയിൽ മെഡിസിൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു 2 ആഴ്ചയോടെ കഴിയുമ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ് ഒരു 1 വീക്ക് 1 മാസം ആകുമ്പോഴത്തേക്ക് അത് റിക്കവർ ചെയ്ത് പഴയ രീതിയിൽ തിരിച്ചു വരും. അവിടെ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബോണ്ടിങ്ങിന് കുറവോ അങ്ങനെയൊന്നും വരുന്നില്ല. കുറച്ചൊരു മൂഡ് സ്വിങ്സും ചെറിയൊരു ഡിപ്രഷനും ഇതാണ് സാധാരണ കാണുന്നത്, ഈ മെറ്റേണിറ്റി ബ്ലൂസ്. അതൊരു 50% സ്ത്രീകളിൽ കാണുന്നതാണ് ഡെലിവറി കഴിഞ്ഞിട്ട്. പിന്നുള്ളത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയും. അതായത് ഒരു 10 തൊട്ട് 15% സ്ത്രീകളിൽ കാണുന്നതാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഡെലിവറി കഴിഞ്ഞിട്ട് ഡിപ്രസീവ് മൂഡിൽ എപ്പോഴും
ഒരു ഡിപ്രസീവ് മൂഡായിരിക്കും. അവർക്ക് നല്ലപോലൊന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സന്തോഷമായിട്ടിരിക്കാനോ കഴിയില്ല. അതുപോലെ കുഞ്ഞിനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ കഴിയില്ല. ഫീഡിങ്ങും മുലയൂട്ടലിനും പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. അത് 50% അല്ല, ഇതൊരു 10 തൊട്ട് 15% സ്ത്രീകളിൽ കാണുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് കുറച്ചൊരു പരിധി വരെ നമുക്ക് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് മാനേജ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ആൻറ്റി ഡിപ്രഷൻ കുറയാനായിട്ടുള്ള ടാബ്ലറ്റ്സ് കൊടുക്കേണ്ടി വരും. ഇതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് വലിയ സിവിയർ ആയിട്ടുള്ള അല്ല, വീട്ടിൽ വെച്ച് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. പാർട്ട്ണർ, അതായത് ഹസ്ബൻഡിനും ഫാമിലി മെമ്പേഴ്സിനോടും പേഷ്യൻറ്റിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്നൊരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 60 to 70% അത് മാത്രം മതി. ബാക്കി ഒരു 30% ഓഫ് പേഷ്യൻസിന് നമുക്ക് ചിലപ്പം കുറച്ച് മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഈ ഡിപ്രഷൻ മാറാനായിട്ട്. ഈ ഒരു അവസ്ഥയും ഒരു മാസത്തിനകം തന്നെ, ഒന്ന് മാക്സിമം പോയ ഒരു 6 ആഴ്ച, അതിനകം തന്നെ അത് ക്ലിയർ ആയിട്ട് പഴയ പോലെ പേഷ്യൻ്റ് റിക്കവർ ചെയ്ത് പഴയ പോലെ തന്നെ ആവും. ഏറ്റവും പ്രധാനമായിട്ട് ഒരു സൈക്യാട്രിക് എമർജൻസി എന്ന് പറയുന്നതാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. അതെന്ന് പറഞ്ഞാൽ വളരെ എമർജൻസിയാണ്. ഇപ്പം പേഷ്യൻ്റ് ആ സിംറ്റം കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൊരു കണ്ടീഷനാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. അത് ഒരു 1 തൊട്ട് 2 1000 സ്ത്രീകളുടെ അടുത്ത ഒരു സ്ത്രീക്കായിരിക്കും അത് വരാനുള്ള ചാൻസ്. അതിൻ്റെ ഇൻസിഡൻസ് പറഞ്ഞാൽ 1000-1 അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് അതും ഒരു 2 ആഴ്ച കഴിയുമ്പോഴോ അല്ലെങ്കിൽ 2 ആഴ്ചക്കകം തന്നെയാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. സിംറ്റംസ് പെട്ടെന്നായിരിക്കും, ഒരു പ്രത്യേക ദിവസം പെട്ടെന്നായിരിക്കും ഈ സിംറ്റംസ്. പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് യൂഫോറിക് ആവും, അല്ലെങ്കിൽ പെട്ടെന്ന് ഡിപ്രഷനിൽ പോവും. പിന്നെ അതുപോലെ ബാക്കി സിംറ്റംസ് പറഞ്ഞാൽ ലോസ് ഓഫ് ഇൻഹിബിഷൻ എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ ഒരു സോഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കും, കുറേ നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത സമയത്ത് പറയില്ല. പക്ഷേ ഈ ഇൻഹിബിഷൻ അവർക്കുണ്ടാവില്ല. വളരെ ടോക്കറ്റീവ് ആയിരിക്കും, എവിടെ പറയണമെന്ന് അറിയില്ലായിരിക്കും. ചിലപ്പോൾ അങ്ങ് ടോപ്പ് ഓഫ് ദ വേൾഡ് എന്ന് പറയും, അതാണ് മാനിക് എപ്പിസോഡ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ ഹൈ ലെവലിലാണെന്നൊരു ചിന്ത കാണും. ചിലപ്പം വളരെ ലോ എസ്റ്റീം, അതായത് ഡിപ്രഷനിൽ പോയിട്ട് ഒന്നും ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. പിന്നെ ഉള്ളത് സൂയിസൈഡ് ടെൻഡൻസി. അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം ഇതിന്, ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. അതായത് പേഷ്യൻ്റ് ഒരു 5% പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉള്ള ലേഡീസിനും സൂയിസൈഡൽ ടെൻഡൻസി വളരെ കൂടുതലാണ്. അവർ പ്രത്യേകിച്ച് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു 70 times ഒരു ടെൻഡൻസി ഉണ്ട് സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ അവർക്ക് അത്രയും കെയർ കൊടുക്കണം. പിന്നുള്ള ഇൻഫൻറ്റിസൈഡ്, കുഞ്ഞിനെ കൊല്ലാനുള്ള ടെൻഡൻസി ഒരു 4%. ഇതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസിൽ വരുന്നത്. ഇതിൽ മെയിൻലി ഉള്ളത് ഈ സൂയിസൈഡൽ ടെൻഡൻസിയും പെട്ടെന്ന് മൂഡ് ചേഞ്ചസ്, പെട്ടെന്ന് യൂഫോറിക്ക് പോവും, പെട്ടെന്ന് ഡിപ്രഷനിൽ പോവും. പിന്നെ അതുപോലെ ഹലൂസിനേഷൻ എന്ന് പറയും. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുന്നതെന്ന് തോന്നും. ഇപ്പം വേറെ 2 പേര് തമ്മിൽ സംസാരിക്കുന്നത് അവർ സ്വന്തമായിട്ട് കേൾക്കും, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഇല്ലാത്ത സ്മെല്ല് അവർ സ്മെല്ല് ചെയ്യും. ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഇൻസെക്ട്സ് പുറത്തൂടെ പോകുന്നത്, ജീവികൾ പുറത്തൂടെ ക്രോൾ ചെയ്യുന്നതായിട്ട് ഫീലിംഗ് വരും. ഇതില്ലാത്തൊരു ഫീലിംഗ് അവരുണ്ടെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ സ്മെല്ല് ചെയ്യുന്നത് ഇല്ലാത്തൊരു സ്മെല്ല് അവരുണ്ടെന്ന് വിചാരിക്കും. പുറത്ത് സംസാരം ഇല്ലാത്ത കാര്യങ്ങൾ അവർ കേൾക്കും, സംസാരിക്കുന്നതായിട്ട് കേൾക്കും. ഇതാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇതും പോസ്റ്റ്മോർട്ടം സൈക്കോസിസിൻ്റെ ഒരു ഫീച്ചറാണ്. പിന്നെ ഡെലൂഷൻസ് എന്ന് പറയും. ഡെലൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കുറേ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യും, ചിന്തിച്ചെടുക്കും. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ അവർ ചിന്തിച്ചെടുക്കും. അതായത് ഇപ്പം കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള ഒരു കാര്യം അവർ ചിന്തിക്കുക, അവരതാണ് സത്യം എന്നങ്ങ് കരുതും. അതിനാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം വേറെ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം ലോകത്തൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം അവരുടെ മനസ്സിൽ അതുണ്ടെന്നുള്ളൊരു വിചാരം, ഇതിനാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഹലൂസിനേഷൻ, പിന്നെ യൂഫോറിയ, മാനിക് എപ്പിസോഡ്, അതായത് വളരെ യൂഫോറിക് ആയിട്ടിരിക്കും. പിന്നെ ഡിപ്രഷനിൽ പോവും, സൂയിസൈഡൽ ടെൻഡൻസി, ഇൻഫൻറ്റിസൈഡ്, ലോസ് ഓഫ് ഇൻഹിബിഷൻ, അതായത് നമുക്ക് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരു സൊസൈറ്റിയിൽ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, കുഞ്ഞിനെ നോക്കാൻ കുഞ്ഞും അമ്മയുമായിട്ടുള്ള ബോണ്ടിങ് അതുണ്ടാവില്ല ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉള്ള പേഷ്യൻസിന്. സ്വന്തം കുഞ്ഞാണെന്നൊരു വിചാരം കാണില്ല, അല്ല ഫീഡ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവില്ല, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനുള്ള മനസ്സുണ്ടാവില്ല.
നോർമലി ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനോട് തോന്നുന്ന ഫീലിങ്സ് ഒന്നും ഉണ്ടാകാതിരിക്കുക. ഇതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസിൻ്റെ ഫീച്ചേഴ്സ്. സാധാരണ നമ്മൾ ലോകത്ത് കുറേ ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഒരു 2-3 വർഷത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ ഒരു ലേഡിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഈ അസുഖം ആയത് കാരണം അവർ കേസിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. മെയിൻലി ഈ അസുഖത്തിൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പം ഈ അസുഖം ഉള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഒരിക്കലും ആ പേഷ്യൻറ്റിന് കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ കുറ്റം കൊണ്ടല്ല ഈ സൈക്കോസിസ് വരുന്നത്. ഇപ്പോൾ കുഞ്ഞിനെ അവർ എന്തെങ്കിലും കില്ല് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉള്ളത് അസുഖത്തിൻ്റെ ഒരു ഫീച്ചർ മാത്രമാണ്, അല്ലാതെ അവരുടെ ഒരു വിദ്വേഷം അതൊന്നും കൊണ്ടല്ല. അപ്പോൾ ഇതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം അതൊരു സൈക്കാട്രിക് എമർജൻസിയാണ്. ഈ 3 കാര്യങ്ങളാണ് പ്രസവാനന്തരം ഉണ്ടാകുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങൾ. ഒന്ന് മെറ്റേണിറ്റി ബ്ലൂസ്, അത് വളരെ മൈൽഡായിട്ടുള്ളതാണ്. രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. മൂന്നാമത്തെ എമർജൻസി അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ളതാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. ഓക്കെ ഡോക്ടർ, ദയവായി ലൈവിൽ തുടരുക. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചേട്ടാ, പുള്ളിക്കറുപ്പാർന്നൊരു നേന്ത്രപ്പഴത്തെ 2 പകുത്ത് സ്ഫടികം തോൽക്കുമീ കേരസ്നിഗ്ധത്തിൽ ഗുളുഗുളു 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 നിരാടി അർക്കശോഭ പോലുദിച്ചുയരുമീ പലഹാരം. ഒരു 5 എണ്ണം. ഓ, അതായിരുന്നു ഒരു 5 ഏത്തക്കാപ്പം. അയ്യോ ചേട്ടാ, ഏത്തക്കാപ്പല്ല, ബോളി ബോളി. ബോളിയോ? ഏയ്, പഴംപൊരി ആയിരിക്കും. പഴംപൊരി ആവില്ല, കാവർത്തതായിരിക്കും. ഏയ്, ഉന്നക്കായ. അതങ്ങ് കോഴിക്കോടേ കിട്ടുള്ളൂ. കേട്ടപ്പോൾ പലതാൻ തോന്നിയെങ്കിലും അവരെല്ലാം പറഞ്ഞ സാധനം ഒന്ന് തന്നെയാണ്. പക്ഷെ ഏതാണ് അതിൽ ശരിക്കും ശരി? ശരിക്കും ശരി ഉത്തരം പറഞ്ഞാലേ മാർക്കുള്ളൂ. നിങ്ങളുടെ ഹോം മിനിസ്റ്ററിൽ ശരിക്കും ശരിയല്ല. ടോളിൻസ് ടയർ ഹോം മിനിസ്റ്റർ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്. പ്രസവസംബന്ധമായ മാനസിക അസ്വാസ്ഥ്യങ്ങളെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ പ്രീതയാണ് ആരോഗ്യ വാർത്തകളോടൊപ്പം. ഡോക്ടർ, എല്ലാ ഗർഭിണികളല്ല, എല്ലാ പ്രസവം കഴിഞ്ഞ സ്ത്രീകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നത്? ഒരു ഹൈ റിസ്ക് ഒരു കാറ്റഗറി എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്ക് ഇതിനകത്തുണ്ടോ? എല്ലാ സ്ത്രീകളും പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്ക് മാനസിക അസ്വസ്ഥം കാണിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ മെറ്റേണിറ്റി ബ്ലൂസ് ആണെങ്കിൽ 50% സ്ത്രീകളും, മറ്റേ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെങ്കിൽ 10 തൊട്ട് 15% സ്ത്രീകളും, മറ്റേ നമ്മൾ പറഞ്ഞ സിവിയർ ആയിട്ടുള്ള ഒരു 1 in 1000 അതാണ് ഇൻസിഡൻസ്. പിന്നെ ഹൈ റിസ്ക് എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ 3 ഹൈ റിസ്ക് ആണ് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒന്ന്, നേരത്തെ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള ഒരു സ്ത്രീ. ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ടെങ്കിൽ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. അതായത് പേഷ്യൻ്റ് 2 രീതിയിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിക്കും. ഒന്ന് യൂഫോറിയ, ഒന്ന് ഡിപ്രഷൻ. നേരത്തെ പറഞ്ഞതാണ് ബൈപോളർ. 2 മൂഡ് സ്വിങ്സ് വരും. 2 രീതിയിൽ അവർ റിയാക്ട് ചെയ്യും. അതായത് പെട്ടെന്ന് യൂഫോറിക് ആവും, പെട്ടെന്ന് ഡിപ്രഷനിൽ പോകും. ഇങ്ങനെ ഈ ബൈപോളർ ഡിസോർഡേഴ്സ് ഉള്ള സ്ത്രീകൾക്ക് പ്രഗ്നൻസി ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് ഈ പ്രസവാനന്തരമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് വരാനുള്ള ചാൻസ് 50% കൂടുതലുണ്ട്. അതുപോലെ വേറെ മാനസിക അസ്വസ്ഥങ്ങളായ സ്കിസോഫ്രീനിയ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി ഇപ്പം ഡിപ്രഷനോ, നേരത്തെ ഡിപ്രഷനുള്ള സ്ത്രീകളോ സ്കിസോഫ്രീനിയ ഉള്ള സ്ത്രീകളോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പോസ്റ്റ്മോർട്ടം ഈ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ ജനറ്റിക് ഇൻഫ്ലുവൻസ് ആണ്. ജനറ്റിക് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കോ സഹോദരിക്കോ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, പ്രസവാനന്തരമായിട്ടുള്ള മാനസിക അസ്വസ്ഥ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഒരു 3% വരെ ചാൻസ് ഉണ്ട് പ്രസവം കഴിഞ്ഞിട്ട് ഈ പ്രോബ്ലംസ് വരാനായിട്ടുള്ളത്. ഒന്ന് ജനറ്റിക്കും ഒന്ന് നേരത്തെ അസുഖമുള്ളതാണ്. പിന്നെ ഉള്ള ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ചേഞ്ചസ് ആണ്. ഇവർക്ക് ഒരു റിസ്ക് ഫാക്ടറും കാണില്ല. കാരണം വെച്ചാൽ നേരത്തെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവില്ല, നേരത്തെ ഒരു മാനസികമായിട്ടുള്ള അസ്വസ്ഥ ഒന്നും ഉണ്ടാകാത്ത ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് വരാൻ കാരണം വെച്ചാൽ ഹോർമോണൽ ഡിസ്റ്റർബൻസ്, നമ്മുടെ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ ചേഞ്ചസ് കാരണം. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല, എങ്കിൽ പോലും ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. സാധാരണ ഇതിൽ ഈ മെറ്റേണിറ്റി ബ്ലൂസും സിവിയർ അല്ലാത്ത ഫോംസ് ഒക്കെയാണ് ഇങ്ങനത്തെ സ്ത്രീയൊക്കെ വരുന്നത്. സൈക്കോസിസ് വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. പിന്നെ ഒരു 2014 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ
നമ്മുടെ സ്ത്രീകളിൽ ക്രോമസോം 16ാമത്തെ ക്രോമസോം ക്രോമസോം നമ്പർ 16 മ്യൂട്ടേഷൻ, അതായത് ചേഞ്ച് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ, അത് ചെറിയൊരു മ്യൂട്ടേഷൻ്റെ ഒരു കോഡുണ്ട്, അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീക്കും പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, പ്രസവം കഴിഞ്ഞിട്ട് സൈക്കോസിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. കുറേ റീസൺസ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സിസേറിയൻ ഡെലിവറി ആണെങ്കിലോ അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ലേബർ, അത് കുറേ നേരം ലേബർ കോട്ടിൽ കിടന്ന് അല്ലെങ്കിൽ പ്രസവം വേദന തുടങ്ങി കുറേ നേരം കഴിഞ്ഞിട്ടാണ് പ്രസവിക്കുക, അല്ലെങ്കിൽ സെക്സ് ഓഫ് ദ ബേബി, ഇപ്പം ആൺകുട്ടിയാണ് പ്രതീക്ഷിച്ച് പെൺകുട്ടിയാവുക, അല്ലെങ്കിൽ പെൺകുട്ടിയാണ് പ്രതീക്ഷിച്ച് ആൺകുട്ടിയാവുക, ഇതൊക്കെയാണോ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്ന് റിസർച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പ്രോപ്പറായിട്ട് ഇത് തന്നെയാണോ ഇത് വരാനുള്ള കാരണമെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഈ ജനറ്റിക് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയിൽ ഒരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ട്. മിക്കവാറും അമ്മമാർക്കോ അല്ലെങ്കിൽ സഹോദരിമാർക്കോ വരുന്നെങ്കിൽ വളരെ കൂടുതലാണ് ഇത് വരാനുള്ള ചാൻസ്. നേരത്തെ പറഞ്ഞ നേരത്തെ അസുഖമുള്ള സ്ത്രീകൾ പോസ്റ്റ്മോർട്ടം സൈക്കോസിന് മുമ്പ് തന്നെ നേരത്തെ എന്തെങ്കിലും സൈക്യാട്രിക് പ്രോബ്ലംസ് ഉള്ളവർ, സ്കിസോഫ്രീനിയ, ഡിപ്രഷൻ, പിന്നെ ബൈപ്പോളാർ ഡിസോർഡർ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ അസുഖങ്ങൾ നേരത്തെ മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ, എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് വരാനുള്ള ചാൻസും വളരെ, അതായത് 50% ആണ്, 50% വളരെ കൂടുതലാണത്. ഓക്കെ, ഇപ്പോൾ മാം സൂചിപ്പിച്ച പോലെ ഈ ഹൈ റിസ്ക് കാറ്റഗറി എന്ന് പറഞ്ഞു, ഇവർക്കിത് പ്രിവെന്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ 2 ഹൈ റിസ്ക് കാറ്റഗറി, ഒന്ന് പ്രീവിയസ് നേരത്തെ എപ്പിസോഡ്സ് വന്നവർക്കും പിന്നെ ജനറ്റിക്കും. ഇപ്പം നേരത്തെ അസുഖമുള്ള സ്ത്രീകളാണ്, അപ്പം സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവർ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവരുടെ സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന പല സൈക്യാട്രി മെഡിസിനും പ്രഗ്നൻസി ആയാലും അത് കുഞ്ഞിന് പ്രോബ്ലം വരുന്ന മെഡിസിൻസ് ആയിരിക്കും. കാരണം ടെറട്ടോജനിക് എന്ന് പറയും, കുഞ്ഞിന് അംഗവൈകല്യമോ അല്ലെങ്കിൽ കുഞ്ഞിന് ജനിതകമായിട്ട് പ്രോബ്ലംസ് വരാനുള്ള മെഡിസിൻസ് ആയിരിക്കും, ചാൻസ് ഉള്ള മെഡിസിൻസ് ആയിരിക്കും. അപ്പോൾ ആദ്യം സൈക്യാട്രിസ്റ്റിനെ കണ്ട് വിവാഹം കഴിഞ്ഞാൽ, ആദ്യം വിവാഹത്തിന് മുമ്പ് തന്നെ സൈക്യാട്രിസ്റ്റുമായിട്ട് ഡിസൈഡ് ചെയ്യണം ഇവർ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് എങ്ങനെ പോകുമെന്നുള്ള കാര്യം, വിവാഹം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം, ഇതെല്ലാം ആദ്യം ഡിസൈഡ് ചെയ്യണം. അങ്ങനെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാലും സൈക്യാട്രിസ്റ്റിനായിട്ട് ഡിസൈഡ് ചെയ്ത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ ഏതൊക്കെ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, അത് പ്രഗ്നൻസിയിൽ സേഫായിട്ടുള്ള മെഡിസിൻസ് ആണോ, അല്ലെങ്കിൽ ഇപ്പം കഴിക്കുന്ന മെഡിസിൻസ് മാറ്റി അവർ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം മെഡിസിൻ മാറ്റി വേറൊരു മെഡിസിൻ ആക്കി നോക്കും. അതിൽ അവരുടെ പ്രോബ്ലംസ് എല്ലാം മാനസികമായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം കൺട്രോൾഡ് ആണെങ്കിൽ സേഫായിട്ടുള്ള മെഡിസിൻ പ്രഗ്നൻസിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറയും. അതിൽ ചില ഇപ്പം ഈ ആൻറ്റി സൈക്കോട്ടിക്സ് ഒക്കെ ചില മെഡിസിൻ, ലിഥിയം അങ്ങനത്തെയൊക്കെ മെഡിസിൻസ് എടുക്കുന്നവർക്ക് കുഞ്ഞിന് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വേറെ മെഡിസിൻ ആക്കി പ്രഗ്നൻസി മുഴുവൻ അത് ആ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾ അവർക്കൊരു ഫാമിലിയിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സ് കൂടെ ഉള്ളവരോടെല്ലാം കറക്റ്റായിട്ട് എങ്ങനെയൊക്കെ ഈ കുട്ടിയെ കെയർ ചെയ്യണം എന്ന് പറയണം, പ്രഗ്നൻസി സമയത്തും ഡെലിവറിക്ക് ശേഷവും. അതുപോലെ തന്നെ ഇപ്പോൾ ജനറ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള അമ്മയ്ക്ക് അല്ലെങ്കിൽ സഹോദരിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു റിസ്ക് ആണ്. അങ്ങനെയുള്ളവർക്കും പാർട്ട്ണറിനോട് ആദ്യം പറയും ഇങ്ങനൊരു സംഭവം വരാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും പലർക്കും ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിനെ പറ്റിയൊന്നും അറിയില്ലായിരിക്കും. പല ഡിവോഴ്സുകളും ഡെലിവറിക്ക് ശേഷം നടക്കുന്ന ഈ ഒരു പ്രശ്നം കാരണമായിരിക്കും. അപ്പോൾ ആദ്യമേ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ പാർട്ട്ണറിനോട് പറയേണ്ട കാര്യമുണ്ട്, ഡെലിവറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ടെൻഡർ ലവിങ് കെയർ, അത് അങ്ങനത്തെ ഒരു കെയർ കൊടുക്കണം. അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം ഇപ്പം കുഞ്ഞിനെ കെയർ ചെയ്യുക. കുഞ്ഞിനെ എപ്പോഴും ഇപ്പം ഇങ്ങനെ ചാൻസ് ഉള്ളവർക്ക് എപ്പം വേണമെങ്കിലും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് നഷ്ടപ്പെടാം, കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാവണം. ഇപ്പം അമ്മയോ ആരെങ്കിലും കൂടെ ഉണ്ടായിട്ട് കുഞ്ഞിന് ഫീഡിങ്, ചിലപ്പോൾ അവർ ഫീഡ് കൊടുക്കില്ല, അപ്പോൾ ഫീഡിങ് കറക്റ്റ് 2 മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യിപ്പിക്കുക. ഇപ്പം ഈ കുട്ടിക്ക് ഇപ്പം സൈക്കോസിസ് ഉള്ള കുട്ടിക്ക് ഫീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി വേറെ ലാക്ടോജൻ ഫീഡോ അങ്ങനെ ഏതെങ്കിലും ഫീഡ് കറക്റ്റായിട്ട് കുഞ്ഞിന് കൊടുക്കുക. കുഞ്ഞിനെ എപ്പോഴും ഒരാൾ നോക്കുക. മിക്കവാറും ഈ ഒരു ഇൻഫൻറ്റിസൈഡ്, അതായത് കുഞ്ഞിനെ കൊല്ലാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്ന കാരണം അത് ഈ പേഷ്യൻ്റെ കുറ്റം അല്ലാത്തത് കൊണ്ട് അത് നമ്മൾ കൂടെ ഉള്ള പാർട്ട്ണറോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അത് നന്നായിട്ട് കെയർ ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ നല്ല ന്യൂട്രീഷ്യസ് ഫുഡിൻ്റെ കുറവ് കാരണം ഈ പ്രോബ്ലം വരും. അതാണ് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഡെലിവറിക്ക് ശേഷം, ഗർഭമായിട്ടുള്ള സമയത്തും ഡെലിവറിക്ക് ശേഷവും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനത്തെ കെയർ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിൻ്റെ സിവിയറിറ്റി അല്ലെങ്കിൽ ഇത് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ മെറ്റേണിറ്റി ബ്ലൂസ് ആണെങ്കിൽ ആ തനത്തെ ഒരു മെഡിസിനും ഇല്ലാതെ അങ്ങ് തന്നെത്താൻ മാറും.
നമുക്ക് ജസ്റ്റ് ഒരു കെയർ ഒക്കെ കൊടുത്താൽ മതി, ചെറിയൊരു കെയർ കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിനെ കെയർ ചെയ്യാനുള്ളതൊക്കെ പറ്റും. അല്ലെങ്കിൽ അതാണ് മെയിൻലി, ഫീഡ് ചെയ്യാനൊന്നും ശരിയാവുന്നില്ല, അങ്ങനത്തെ ഉള്ളൊരു ഫീലിംഗ് ഒക്കെയാണ് മിക്കവാറും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫീഡ് ചെയ്യുന്നതിന് പ്രശ്നമല്ല, ഇത്രയും ഫീഡ് മതി, അല്ലെങ്കിൽ കുറച്ച് സപ്ലിമെൻറ്റ് കൊടുത്താൽ മതി, ഇതൊക്കെ കഴിയുമ്പോൾ അവർ നോർമലി, ഇവരുടെ മെയിൻ പ്രശ്നം കുറച്ച് നേരം ഇരുന്ന് കരയും, പിന്നെ നോർമലാവും. അതൊക്കെയാണ് ഈ മെറ്റേണിറ്റി ബ്ലൂസിൻ്റെ പ്രശ്നം. അപ്പോൾ അത് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ല വേറെ പ്രോബ്ലം ഒന്നും ഇല്ലയെന്നൊരു കൗൺസിലിംഗ് കൊടുക്കുകയാണെങ്കിൽ അത് ശരിയാവും. പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ഇതുപോലെ തന്നെ കുറച്ച് കൗൺസിലിങ്ങും, പാർട്ട്ണർ കുറച്ച് നേരം കൂടെ ഇരുന്ന് സംസാരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്, കെയർ ചെയ്യുന്നുള്ളൊരു ഫീലിംഗ് വരിക. പിന്നെ കുറച്ചൊരു 30% ആൾക്കാർക്ക് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കേണ്ട, ഡിപ്രഷനുള്ള ഗുളിക കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഉള്ള നമ്മുടെ സൈക്കോസിസ് ഉള്ള പേഷ്യൻസിന് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഈ സൈക്കോസിൻ്റെ ഫീച്ചർ കാണിക്കുകയാണ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ സിംറ്റംസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു സിംറ്റം കാണിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. കുഞ്ഞിനെ ഒരാൾ പ്രത്യേകം കെയർ ചെയ്യണം. പിന്നെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലാണ്. അത് കാരണം എപ്പോഴും പേഷ്യൻ്റെ കൂടെ ഒരാൾ കാണണം. എന്തെങ്കിലും ഒരു മാരകമായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ മെഡിസിൻസോ ഒന്നും പേഷ്യൻ്റെ അടുത്ത് വെക്കാൻ പാടില്ല. പിന്നെ മെഡിസിൻസ് അപ്പം തൊട്ട് തന്നെ ആൻറ്റിസൈക്കോട്ടിക്സ് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് റിക്കവർ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പേഷ്യൻ്റ് അതിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡോസ് കൂട്ടിയിട്ടുള്ള മെഡിസിൻസ് എടുക്കേണ്ടി വരും. ഇപ്പം ചില മെഡിസിൻസ് എടുക്കുമ്പോൾ കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റില്ല, കാരണം ബ്രസ്റ്റ് മിൽക്കിൽ കൂടെ ആ മെഡിസിൻസ് എക്സ്ക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുഞ്ഞിന് ദോഷമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫീഡിങ് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് സപ്ലിമെൻ്ററി കുഞ്ഞിന് വേറെ ഫീഡ് കൊടുക്കേണ്ട ആവശ്യം വരും. പിന്നെ ഉള്ളത്, ഈ ടാബ്ലറ്റ് ഒന്നും എടുത്തിട്ടും ശരിയാവുന്നില്ലെങ്കിൽ, കൗൺസിലിംഗ് കൊണ്ടും ശരിയാവുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ECT എന്ന് പറയും, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. ഷോക്ക് അടിക്കുക എന്ന് നമ്മൾ സാധാരണ പറയും. അതാണ് ഒരു ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസിന്. അത് നമ്മൾ പറയുന്ന TV കാണുന്ന പോലെ ഷോക്ക് അടിച്ച് പൊതയും നൊരയൊന്നും വരത്തൊന്നുമില്ല. ഒരു ചെറിയൊരു ഷോക്ക് കൊടുക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു 90% റിക്കവറി അവിടെ തന്നെ ഉണ്ടാവും. മെഡിസിൻസിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവാണ് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. ഇത് സാധാരണ ഒരു 6 വീക്സിൽ റിക്കവർ പലതും ചെയ്യുമെങ്കിലും ഒരു 50% പേഷ്യൻസിന് ടോട്ടൽ റിക്കവറി, ഈ അസുഖത്തിൽ നിന്ന് കംപ്ലീറ്റ് റിക്കവറി ആവാൻ വേണ്ടിയിട്ട് ഒരു 1 ഇയർ ടൈം എടുക്കാം. അത് കഴിയുമ്പോൾ അവർ നോർമലി കുഞ്ഞും അമ്മയായിട്ടുള്ള ബോണ്ടിങ് നോർമലാവും, പണ്ട് സാധാരണ സ്ത്രീകളെ പോലെ ആവും. പിന്നെ അവർക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും വരാൻ വഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് വന്നിട്ടുള്ള ആൾക്കാർക്ക് റെക്കറൻസ്, അതായത് അടുത്ത പ്രഗ്നൻസിയിൽ വീണ്ടും വരാനുള്ള ചാൻസ് 50%. അപ്പോൾ നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ അടുത്ത പ്രഗ്നൻസിയിൽ അതുപോലെ പിന്നെ ഭാവിയിൽ സൈക്കാട്രി പ്രോബ്ലം വരാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, പ്രസവ സംബന്ധമായ മാനസിക അസ്വാസ്ഥ്യങ്ങളെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകളെന്ന് ചർച്ച ചെയ്ത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം മെഡിട്രീന ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടന്റ് ഗൈനക്കോളജി ആൻഡ് ഫെർട്ടിലിറ്റി ഡോക്ടർ പ്രീത PR ആണ്. ഡോക്ടർ വളരെയധികം നന്ദി, ഏറെ പ്രസക്തമായ കാര്യങ്ങൾ ആരോഗ്യ വാർത്തകളുമായി പങ്കുവച്ചതിന്. ആരോഗ്യ വാർത്തകളിൽ വീണ്ടും ഒരു ഇടവേള.
മെറ്റബോളിസം നിയന്ത്രിച്ച് അമിതവണ്ണം തടയാനാകുമെന്ന് ഗവേഷകർ. മെറ്റബോളിസം വർദ്ധിപ്പിച്ച് അമിതവണ്ണവും ടൈപ്പ് 2 പ്രമേഹവും തടയാനുള്ള മരുന്ന് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് സാൻ ഫ്രാൻസിസ്കോയിലെ ഗ്ലാഡ്സ്റ്റോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ. ബെക്സാറൂട്ടിൻ എന്ന് പേരിട്ട മരുന്നിന് ശരീരത്തിലെ കൊഴുപ്പില്ലാതാക്കാൻ സഹായിക്കുമെന്ന് ഇവർ പറയുന്നു. എലികളിൽ ബെക്സാറൂട്ടിൻ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണം വിജയകരമായിരുന്നുവെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ബെക്സാറൂട്ടിൻ ഉപയോഗിക്കുമ്പോൾ ബ്രൌൺ ഫാറ്റിന്റെ അളവ് കൂടുകയും അതുവഴി മെറ്റബോളിസം വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നത്. പരീക്ഷണം നടത്തിയ എലികൾക്ക് ധാരാളം ഭക്ഷണം നൽകിയെങ്കിലും ബ്രൌൺ ഫാറ്റിന്റെ ഉൽപ്പാദനം കൂട്ടിയതുകൊണ്ട് എലികൾക്ക് വണ്ണം വെച്ചില്ല എന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. വിഷാദത്തിന് അടിമപ്പെടുന്നയാൾക്ക് തടി കൂടാനും ഹൃദ്രോഗം വരാനുമുള്ള സാധ്യത വളരെ കൂടുതലെന്ന് മുന്നറിയിപ്പ്. അമ്മമാർ പയർ വിഭവങ്ങൾ കഴിക്കുന്നത് നവജാത ശിശുക്കളിൽ സ്പൈന ഫൈബിഡ എന്ന രോഗം ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുമെന്ന് പഠനം. മെറ്റബോളിസം വർദ്ധിപ്പിച്ച അമിതവണ്ണവും ടൈപ്പ് 2 പ്രമേഹവും തടയാനുള്ള മരുന്ന് ഗവേഷകർ വികസിപ്പിച്ചെടുത്തു. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrutatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrutatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.